അഭിനയ അൽ സദ്യ വെയിറ്റ് ചെയ്യായിരുന്നു. നല്ല പൈസട്ടോ. ബർത്ത്ഡേ പൊളിച്ചില്ലേ? സെറ്റ് ആയിരുന്നില്ലേ? ഹായ്. അപ്പം നമ്മളെ ഇന്നത്തെ പരിപാടി എന്താണ്? ബർത്ത്ഡേ ആണ്. സിങ്കി മോളിലുണ്ട്. നമ്മൾ ഇൻട്രോ ഇവിടുന്ന് കൊടുക്കുന്നുള്ളൂ. ഞാന് സേബുണ്ട്, കൊറേ ആൾക്കാരുണ്ട് കേട്ടോ. ഒരു ടീം ഇതാ അവിടെ ഉണ്ട്. ആരാന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യ്, കമന്റ് ചെയ്യ് അല്ലേ? ഈ വണ്ടിയൊക്കെ അറിയണവരാണെന്നുണ്ടെങ്കിൽ അറിയായിരിക്കും. ഓരൊക്കെ ഉണ്ട്. അപ്പൊ ആരാന്നുള്ളത് കമന്റ് ചെയ്യും നിങ്ങള്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇറങ്ങട്ടെ വിടുന്നു അല്ലേ? നീ കൊറേ ആൾക്കാരെ കൂട്ടാല്ലേ സൈബ? റെഡി അല്ലേ? ഉമ്മ നിങ്ങൾ റെഡി അല്ലേ? ഉമ്മന്റെ വകന്ന് നെയ്ച്ചോറും അല്ലേ, കോഴിയൊക്കെ ഉണ്ട്, ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു. സൈബാണ് കുറച്ച് സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. ഹായ് ഗൈസ്. അപ്പൊ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. നിങ്ങൾക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ സിംഗി. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. അപ്പോ കല്യാണം കഴിഞ്ഞിട്ടുള്ള എന്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ്. ഇല്ല ബേബി? അപ്പൊ അത് നമ്മള് വയനാട്ടില് ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. ആണല്ലേ? അത് പറഞ്ഞു. അപ്പൊ അത് സർപ്രൈസ് അല്ല, നമ്മള് പോകുന്നത് സർപ്രൈസ് ആണല്ലോ. ഓക്കെ ഓക്കെ. എന്തായാലും വയനാട്ടില് ഒരു റിസോർട്ട് എടുത്തിട്ട് അവിടെ നിക്കാന്ന് നമ്മൾ വിചാരിച്ചു. സോ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫറൂഖ് ചുങ്കം എത്തി ഗൈസ്. ബർത്ത്ഡേ ഗേളിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുക. നമ്മൾ ഇവിടുന്ന് സിനുവിനെയും കൂടി കൊണ്ടുപോകണ്ടേ? സിനു ഇല്ലേ വയനാട്ടിക്ക്? വയനാട്ട്. അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് സിനുവിനെയും കൂട്ടിയിട്ട് നമ്മളല്ലേ നമ്മൾ 4 ആള് അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാ അല്ലേ? ഗിഫ്റ്റ് ഉണ്ടല്ലോ. അതെ, അപ്പോഴാണ് വീഡിയോ എടുക്കണില്ലല്ലോ എന്ന് വിചാരിച്ചത്. അപ്പൊ അതുകൊണ്ട് വേഗം വീഡിയോ വീണ്ടും എടുത്ത്. ആ അതെ. ഷോ അതെ അതെ അതെ, സ്വന്തം പൈസക്ക്. പക്ഷെ ഇത് അതെ അതെ, ഇത് നമുക്ക് ട്രിപ്പില് പോകുമ്പോ എല്ലാവർക്കും കൂടെ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു അല്ലെ? നോക്ക്, ബർത്ത്ഡേ ആവുമ്പോ ബർത്ത്ഡേക്കാർ അങ്ങനെ അല്ലെ, അങ്ങനെ തിന്നൊന്നും ചെയ്യരുത്, മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നാണ്. അതെ അതെ അതെ, അത് കുട്ടികൾക്ക്. നോക്ക്, കുട്ടികൾക്ക് ശരി എന്നാ വരി പോവാ. പോവല്ലേ? വാ ടൈമില്ല, വാ പോവാ. ഓ ഫുള്ള് കോടല്ലേ? ഓ കണ്ണ് കാണില്ലായിരുന്നു ബാക്കിൽ. ഇപ്പൊ പ്രശ്നമില്ല, ഇപ്പൊ പ്രശ്നം. ഇപ്പൊ റെഡിയായി, ഇപ്പൊ റെഡിയായി. താത്തിയാലോ? ഓ ആരോ പറഞ്ഞിരുന്നല്ലോ കുറ്റ്യാടി വഴി പോവാ, അവിടെ ഫുള്ള് ബ്ലോക്കാന്നൊക്കെ ആരോ പറഞ്ഞിരുന്നു. എന്റെ തലയിൽ കയറിക്കോ. ഞാൻ പറഞ്ഞു എന്താണ്, ഞായറാഴ്ച ആയോണ്ട് എന്താ പറയാ, ഈ ആൾക്കാര് ഈ കേറിയിട്ട് ചൊര ഇറങ്ങണവരെ കൂടുതൽ ഉണ്ടാവാന്ന്. അപ്പം ഞാൻ പറഞ്ഞ തന്നെയാണ് കേറുന്ന കുറവ്. അങ്ങനെ നമ്മളിതാ റിസോർട്ടിലെത്തി. ഹായ്. ഇതാ ഓരൊക്കെ വണ്ടിയിലുണ്ട്. കുറച്ച് ടീം റാഷും ചട്ടമ്പീസും ഒക്കെ വരുന്നുണ്ട്. ഓൺ ദി വേ ആണ്. പിന്നെ ഷാവുലും വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അതെ, റെസ്റ്റോറന്റ് ഇവിടെയാണ്. നമുക്ക് പോകേണ്ടത് നമ്മുടെ കോട്ടേജ് എവിടെയാ വെച്ചാ അവിടേക്ക്. ഇത് മുകളിലേക്ക് പോവാന്ന് പറഞ്ഞ്. സിനു അറിയണം. സി സ്വാൻ മീൻസ് സ്വാൻ. Yeah, Roshan Pais is here. Here. Yeah. Swan. ശരിക്കല്ല? Swan. അപ്പോത്തിന് ഡ്രസ് മാറ്റിയാ? മാറ്റി. ഗിഫ്റ്റ് ചെയ്ത ഡ്രസ് ആണോ? നൈസ്, കൊള്ളാം. എനിക്ക് ഇഷ്ടായി. അതുകൊണ്ട് എന്റെ വൈബിന് പറ്റിയ ഡ്രസ്. സിനോ കൊള്ളാട്ടോ, നിനക്ക് സെലക്ഷൻ അറിയാം. സെൻസ് ഉണ്ടെന്നാ? നോർമലി ഗ്ലോവി ആണല്ലോ. ഈ കുരുവിന്റെ കഥ പറയുമ്പോഴാണ് ഇവള് കഴിഞ്ഞ ദിവസം നമ്മളിപ്പം മറ്റേ വട്ടവടൊക്കെ പോയി കഴിഞ്ഞപ്പം
ആൽഫിനോടുണ്ട് ഇവള് പറയുന്നത് എന്റെ മുഖത്ത് ബേബിന്റെ മുഖത്ത് ഒരു കുരുവില്ല അതാ പറഞ്ഞ് പിറ്റേ ദിവസം വന്ന കുരുകളാണ് ഇത് അവിടൊക്കെ ഇത് പിന്നെ ഇവിടെ ഒരു ഇത് ബേബിന്റെ മുഖത്ത് കുരുവില്ല കുഴി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു നോക്ക് തുപ്പിക്കള് പുറത്തു പോയി നല്ല തുപ്പല തുപ്പിക്കള് നല്ല വെള്ളമൊക്കെ കുടിക്കുന്ന ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാകും. അതെ 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 അതെ. ഇപ്പൊ നമ്മള് ഇതാ റിസപ്ഷനിലാണ് ഉള്ളത്. ഇനി ഇത് മൊത്തം നമുക്ക് നാളെ അല്ലെ കറങ്ങി കാണണം. രാവിലെ ആയിട്ട് വേണം എല്ലാം ഒന്ന് ഓടി കളിച്ച് കാണാൻ. നിങ്ങളൊക്കെ എവിടെയായിരുന്നു? വെയിറ്റ് ചെയ്ത് നമ്മൾ പോപ്പ് വാങ്ങി വരി വാ ബർത്ത്ഡേക്കാരെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു. ആ ഓക്കെ അലമ്പാക്കല്ലടാ ഏതോ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് വെച്ചതാ. അനിഷായിട്ടില്ല ബർത്ത്ഡേ കൺഫ്യൂഷൻ ആയല്ലോ. ഹണിമൂണാ ഒക്കേഷൻ മാറിപ്പോയി. എന്തായാലും ഇപ്പൊ നിങ്ങൾ ഇവിടെ റെഡി അല്ലേ? ഞാനും കേക്ക് എടുത്തു തരാം. ഓക്കെ ഫുഡ് കഴിക്കാ. നേരത്തോട് നേരമായി. വാ ഇനി എന്റെ ബർത്ത്ഡേ കഴിയാൻ ഇനി വെറും ഫുഡ് കഴിക്ക ഫുഡ് കഴിക്ക വാ. ഫുഡ് ആയിട്ടില്ലായിരുന്നു. വാ വരൂ ഗൈസ്. എന്താ ഉറക്കം വരണ? വാ സിനിമ വരൂ ഗൈസ്. ഞാനാണ് ആദ്യം വരേണ്ടത്. അതെ ഗൈസ്, പൂൾ വില്ല എനിക്ക് തോന്നുന്നു പൂൾ വില്ലയില് മറ്റേ ഡെക്കോറൊക്കെ ചെയ്ത് ഭയങ്കര അതിനായിരിക്കും എന്നെ സർപ്രൈസ്. എന്ത് വിധി ഇത്. ക്യാമറമാൻ മുന്നിൽ പോട്ടെ. ഞാൻ ഇങ്ങനെ വാവെന്ന് പറയണോ? പറയും. ഓക്കെ റെഡി 1 2 3 റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. അല്ല ഇത്ര പേര് ഇവിടേക്ക് ഇത്രയും ഒപ്പിച്ചത് നീ കണ്ടില്ല? ഞാൻ വിചാരിച്ചു ഇതെന്തോ ഡെക്കോർ ചെയ്തിട്ട് നീ എന്നെ വിളിക്കായിരിക്കുന്നതാണ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ. എന്നിട്ട് ഇപ്പൊ എന്ത് തോന്നി? എല്ലാരും കണ്ടപ്പോ ഞാൻ എന്താ പറയാ. അതെ എന്നാ പിന്നെ അതങ്ങോട്ട് ചെയ്താലോ? ഇതപ്പൊ കഴിയണേന് 1 മിനിറ്റ് ബാക്കിയുള്ളപ്പോ, ബർത്ത്ഡേ കഴിയണേന് 1 മിനിറ്റ് ബാക്കിയുള്ളപ്പോ നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് അല്ലേ? Happy birthday to you. Happy birthday to you. Happy birthday to you. Thank you. Baba. തിരക്കുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കോടികളുടെ ഇത്രയും എഫേർട്ട് എടുത്ത് വന്നതിന് എല്ലാവർക്കും വളരെ നന്ദി. നന്ദി. ഫാനല്ലേ ഇത് വർക്കിപ്പോ അഞ്ഞു കുഴപ്പമില്ല. എന്താ വിഷയം? പറയണ്ട. എലിയും പൂവും എല്ലാം ഉണ്ട് കേട്ടോ മോളെ. ഓക്കെ അല്ലേ? ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞതാ, ഒരു ഫുൾ റോസാപ്പൂ വെക്കണം എന്നുള്ളത്. നിന്റെ ചെവിയിലായിരുന്നു വെക്കണ്ടേ? ചെവിയിലല്ല. Thank you so much. ബർത്ത്ഡേ മോളെ. അതാ അടുത്തത്. അതാ പടക്കം പൊട്ടിക്കലാണ് നെക്സ്റ്റ്. ചാവല ഇത് പൊട്ടോ?
ഇത് പൊട്ടില്ല നമ്മളല്ല റാഗിനെ പൊട്ടിക്കും പൊട്ടിക്കും. ഞങ്ങളിതാ നേരെ റെസ്റ്റോറന്റിന്റെ അങ്ങോട്ട് വന്നിരിക്കാട്ടോ. ഇവിടെ ആകുമ്പോ എല്ലാരും ഉറങ്ങിയിരിക്കും. ഒന്ന് പൊട്ടിക്കും ഒച്ച ഉണ്ടാവും. ഇത് ഒച്ച ഉണ്ടാവില്ല. അതെ, തൃശ്ശൂർ പൂരാണ്. ഇവിടെയൊക്കെ വീണ് ഏത് ദിശ പറഞ്ഞിട്ട് സഞ്ചരിക്കുന്നുണ്ടോ? ഹലോ, കഴിഞ്ഞില്ലേ? അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഇനി കിടക്ക. ബാക്കിയൊക്കെ നാളെ കാണിച്ചുതരാം. നാളെ. ഗുഡ് മോർണിംഗ്. അല്ല, നിങ്ങള് നേരത്തെ എണീച്ച് ഉറങ്ങിയിട്ടില്ലേ? ഓ, അരയന്നങ്ങള് രാവിലെ നീന്തി തുടിക്കുന്നതാണ് നേരെ എണീച്ചപ്പോ തന്നെ കാണുന്നത്. നല്ല തണുപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. 10:15 ടൈം പോയത് അറിഞ്ഞില്ല. കാരണം നമ്മൾ ഇന്നലെ ലേറ്റ് ആയിട്ടാണല്ലോ ഉറങ്ങിയത് അല്ലേ? അപ്പൊ മറ്റവരൊക്കെ ഫുഡ് കഴിക്കാൻ പോയി. ഇനി ഞാനും എൻ്റെ ബർത്ത്ഡേ ഗേൾ വൈഫും അല്ലേ എന്നെ വെയിറ്റ് ചെയ്ത് നിന്നതാ ഞാൻ. ഫുള്ള് കോഫി പ്ലാന്റേഷൻ ആട്ടോ അല്ലേ? തണുത്തിട്ട് കിട്ടണില്ല. കിട്ടണേ. നമ്മുടെ ബബിളിന്റെ അവിടെ അല്ലേ? ബബിളിന്റെ അവിടെ മൊത്തം കോഫി തന്നെയായിരുന്നു. ഇന്നലെ നമ്മൾ പടക്കം പൊട്ടിച്ചത് ഈ ഭാഗത്താ. അവിടെയാണ് റെസ്റ്റോറന്റ് ഇരിക്കുന്നത്. ഇവിടെയുണ്ട് വേറെ. അതെ, ബോട്ടിങ് ഇവിടെ താഴത്താതെ പറഞ്ഞിരുന്നല്ലോ. അപ്പുറത്ത് അതിന്റെ വലുതും ഉണ്ട്. ഇതിലാണ് നമ്മൾ ബോട്ടിംഗ് ഒക്കെ പോവാ. അതിന്റെ അപ്പുറത്തുള്ള അല്ലേ? ഓ, അപ്പൊ ബോട്ടിങ് പോണ്ടേ നമുക്ക്? അതിനെന്താ, നമുക്ക് ആൾക്കാരുണ്ട്. ഷാവുല് പിന്നെ ഉറങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം ഓന് ഇന്ന് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഉറങ്ങിയിട്ടില്ല തോന്നുന്നുണ്ട് അല്ലേ? സൈബ, എനിക്ക് ഇഷ്ടമായോ? പുട്ടും കടലയും നിനക്ക് ഇഷ്ടമുള്ള പുട്ടും കടലയും ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് സെറ്റ് ചെയ്തതാ. പുട്ടും കടലയും നിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ബേബി. ഞാൻ പിന്നെ കുറച്ച് ദിവസങ്ങളിലായിട്ട് വെറൈറ്റി ആണ് കേട്ടോ കഴിക്കുന്നത്. എവറി ഡേ. അതായത് ഇഡ്ഡലി വെറൈറ്റി. റിസപ്ഷന്റെ ഇവിടെ ആയിട്ടൊരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റും. അവിടെ കിഡ്സിന്റെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. ഇതാരെന്റെ വണ്ടി നടുവിലും ഉണ്ട് ചേച്ചി. പിന്നെ അവിടെ പൂള് വരുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. നമ്മള് കോട്ടേജ് പോലെ തന്നെ ഈ റോല് മൊത്തം അങ്ങനത്തെ കോട്ടേജാണ്. ആ ഭാഗത്ത് കേവ് ഹൗസ് ആണ്. വുഡൻ കോട്ടേജസ് ആണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ. സ്പീഡ് ബോട്ട് ഉണ്ടല്ലോ. ഓഹോ, സെറ്റ്. സ്പീഡ് ബോട്ടാ? നിങ്ങൾ സ്റ്റേജിലാണല്ലോ നിക്കുന്നത്. ചവിട്ടുന്ന സ്പീഡ് ബോട്ടാ? ഓ, ചവിട്ടുന്ന സ്പീഡ് ബോട്ടാ. ഞാൻ എക്സ്പെക്ട് ചെയ്ത മാതിരി തന്നെ. സ്പീഡ് ബോട്ടിലേക്ക് അതിസാഹസികമായി കയറുന്ന റോഷൻ. ജാക്കറ്റ് വെയർ ചെയ്തോ? ഞാൻ ഊരി തരണോ? ഒന്ന് സ്റ്റോപ്പ് കംപ്ലൈന്റ് ആട്ടോ. സെറ്റല്ല എല്ലാരും. അതെ, റിവേഴ്സ് വണ്ടിയാണ്. ഇത് കേവ് ഹൗസ് ആടാ. കേവ്. ഓ,
ഇവിടെ നമ്മൾ നിൽക്കുന്നത് ഈജിപ്ഷ്യൻ കോട്ടേജാ. നല്ല സ്പേസ് ഉണ്ട് അല്ലേ? ഒരു മഴക്കാലത്ത് നമ്മളെ നാട്ടിലൊക്കെ നമ്മളെ ഇറങ്ങിയ മാതിരത്തെ ഒരു ഫീൽ അല്ലേ? പണ്ട് കളിക്കാനൊക്കെ ഇറങ്ങുമല്ലോ നമ്മള് വെള്ളത്തില്. കൊള്ളം, മഴ, തണുപ്പ്, ഫുൾ ഫീൽ. സ്വാൻ നീന്ത് നോക്ക് പറഞ്ഞതിനനുസരിച്ച് അതിന്റെ കാല് നോക്കിയ സ്വാൻ 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 കണ്ട കാല് കണ്ടില്ലേ? സ്വാൻ 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 അന്നെ സ്വാൻ. അതെ അതാണ് കണ്ട. ഇത് പ്രത്യേക കോളിംഗ് ആണ്. ഇപ്പൊ മനസ്സിലായ? ചുമ്മാ ഒരു കാര്യം അറിയാതല്ല, റോഷനൊന്നും അറിയാതല്ല. വെള്ളത്തിൽ വീട് പോവാ പോണ്. സ്വാൻ 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 സ്വാൻ. എല്ലാം അറിയൂ സദ്യയാണെന്ന്. ഓ എന്തൊക്കെയുണ്ട് പറയരുത്. ഓണം കൂടി ആയിട്ടോ. ഇനി ഓണത്തിന് ട്രിപ്പ് ഇല്ല. ഇപ്പൊ ഓൾറെഡി ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടുള്ളൂ. അടുത്ത ട്രിപ്പായി. ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. ഓ തുടങ്ങല്ലേ? ഒന്ന് വരാൻ പറയാ അവരോട്. അഭിനയ അൽ സദ്യ വെയിറ്റ് ചെയ്യായിരുന്നു. കഴിക്കില്ലേ? കൊറേ നേരം വെയിറ്റ് ചെയ്യണം നമ്മള്. എന്താ റാശിയെ? ചിക്കൻ വെച്ച എല്ലാം ഉണ്ട്. ഒന്ന് ഇരിക്കുവോ? അത് എവിടെ ഓരോടെ അനീഷേ അപ്പോ ഇന്ന് സദ്യയാണല്ലോ. ഇട്ടോളൂ. ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റൂല നമുക്ക് ഓരോ അല്ലേ? എന്തേ? അത്രേ ഉള്ളൂ. ഏത്? ഞാൻ പറഞ്ഞിട്ടില്ല. ഓ കിടിലൻ ചോറ് രണ്ടാമത് ഇട്ടു അല്ലേ മറിയൂ? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എവിടെ എങ്ങനെയുണ്ടല്ലോ? സദ്യ 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 സൂപ്പർ. സദ്യ ഞാനിങ്ങനെ ആക്ഷൻ കേട്ടോ. അപ്പൊ ചെയ്യുന്നില്ല സൗണ്ട്. നല്ല പായസട്ടോ. ഒന്നൂടെ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മറിയ എത്ര പായസ? 3 ദിത്തോ. എനിക്ക് പായസം ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാ. ഓക്കെ കേമായി സദ്യ. എനിക്കല്ലേ? എനിക്കാ. അക്കി എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഫുഡ്. കിടിലൻ ഫുഡല്ലേ? ഇത് പ്ലാന്റേഷൻ റിസോർട്ടിൽ നിന്നാണ് ഈ റെസ്റ്റോറന്റ്. ശരിക്കും ഇവിടുന്ന് ശരിക്കും പബ്ലിക്കിനൊക്കെ വന്നിട്ട് കഴിക്കാൻ പറ്റും. തൊട്ടടുത്ത് തന്നെ കൽപ്പറ്റ മുട്ടിലിന്റെ അടിയിൽ തന്നെ. അതെ വാട്ടർ വ്യൂ ഉണ്ട്. കണ്ടില്ലേ? ഓപ്പൺ ആണ്. നല്ല കിടിലൻ റെസ്റ്റോറന്റ് ആണ്. അപ്പൊ ഇതുവഴി അതായത് കൽപ്പറ്റ കഴിഞ്ഞ് പോകുമ്പോ നിങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിക്കാൻ വിട്ടു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അല്ലെ ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്കൊക്കെ, അല്ലാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അല്ലേ കിടിലല്ലേ? ഭയങ്കര സാറ്റ്. മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു. കൽപ്പറ്റ കഴിഞ്ഞിട്ട് മുട്ടിലിന്റെ ഇടയിലായിട്ടാണ് നിങ്ങൾക്കിത് നിയാത്മ എന്നുള്ള റിസോർട്ട് അടിച്ചു കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്നെത്തും. കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പൂലി പോവാൻ പോവാ. പൂള് മഴയത്ത് പൂളില് കുളിക്കാൻ പോവാണ്. സൈബ, റാഷി, അനീഷത പുറത്തുനിന്ന് കളിക്കുന്നു. ഓ 2 മണിക്കൂറാണല്ലേ? ഓ മഴയൊക്കെ ഉള്ളതിനെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ എല്ലാവരും അല്ലേ കുറെ ഹൈഡ് ചെയ്തിട്ടൊക്കെ കളിച്ചില്ലേ? എന്തായാലും ബർത്ത്ഡേ പൊളിച്ചില്ലേ? സെറ്റ് ആയിരുന്നില്ലേ? ഹാപ്പി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുളിച്ച് മാറ്റി ഇതാ നമ്മളെല്ലാരും ഇറങ്ങാണ്. അൽവസീസ് പോവാ. വന്ന് സഹകരിച്ച് സന്തോഷമാക്കി തീർത്ത് ഈ അനന്തതുന്ദരമായ ബർത്ത്ഡേ അടിപൊളിയാക്കി തന്ന എല്ലാവർക്കും നന്ദി. ഓൾ സെറ്റ് രസൂട്ടാ. അതിനനുസരിച്ച് നമ്മൾ എൻജോയ് ചെയ്തു. അതാണ്
ഫുൾ വെള്ളത്തിലായിരുന്നു നമ്മള് അല്ലേ? Yes, സ്വാനുകളെ പോലെ. സാനുകളെ പോലെ. Swan. വീഡിയോ എടുക്കാൻ മറന്നുപോകുന്ന ചെറിയ ഡൗട്ട്. അതെ 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 അതെ, തുടക്കത്തിൽ എടുത്തു വെച്ചിട്ട് ബാക്കി നമ്മൾ എൻജോയ് ചെയ്ത്. വൈഫിന്റെ ബർത്ത്ഡേ എന്നാകുമ്പോ അത് ഡെഡിക്കേഷൻ ആയിട്ട് അത് വീഡിയോയിലാണ് കാണിക്കേണ്ടത്. ആണല്ലേ? എടാ കാണിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മള് തുടക്കമൊക്കെ കാണിച്ചിട്ട് ബാക്കി നമ്മള് ഫുള്ള് നല്ല ചെയ്യും. നിയാത്മ റിസോർട്ടിന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. കിടിലൻ റിസോർട്ടാണ്. അപ്പൊ നിങ്ങളെ എന്താ പറയാ ഇങ്ങനെ അല്ലേ, ഇതുപോലെ എന്തെങ്കിലും സെലിബ്രേഷൻസോ ഇനി ആർക്കെങ്കിലും സർപ്രൈസ് ഇതുപോലെ കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ വന്നിട്ട് കൊടുത്തു. അടിപൊളിയാണ്. അടിപൊളിയാണ് അല്ലേ? എന്തായിരുന്നു കിടില സർവീസ് കേട്ടോ. നല്ല സർവീസ് ആണ്, നല്ല ഫുഡുമാണ്. അതുപോലെ തന്നെ ഒരു പ്ലാന്റേഷന്റെ ഉള്ളിലാണ്. കുറേ സ്ഥലമുണ്ട് ഇവിടെ, ഏക്കറക്കണക്കിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഈ ലോണാട്ടോ അല്ലേ? വലിയ ഗ്രൗണ്ട്, ഫുട്ബോൾ കളിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ട്. ഫുട്ബോൾ കളിച്ചില്ല ആ ടൈമും കൂടെ നമ്മൾ പൂളിൽ കളിച്ചു. ഓക്കെ, എനിവേ എന്തായാലും ഈ റിസോർട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എന്തായാലും താഴെ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ശരി അല്ലേ? ബൈ 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 ബൈ.